ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ലഞ്ച് വ്ളോഗാണേ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഇന്ന് ദോശയും സാമ്പാറും ഒക്കെ ആയതുകൊണ്ട് സാമ്പാറുണ്ടല്ലോ, അപ്പോൾ ഇന്ന് ഒരു ഇച്ചിരി അവിയലും വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ അഷ്ടമിരോഹിണി ആയതുകൊണ്ട് വെജിറ്റേറിയൻ ഉള്ളി, നോൺ വെജ് ഒന്നും ഇന്ന് വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പം അവിയലിന് കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് വെള്ളരിക്ക ഇല്ലായിരുന്നു, നമ്മുടെ മുരിങ്ങയൊന്നും ഇല്ലായിരുന്നു, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ തേങ്ങയും പൊട്ടിച്ച് നമ്മുടെ തേങ്ങയൊക്കെ തിരുമ്മി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണത്തിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് തൂകി ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അരപ്പൂടെ അങ്ങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ട തേങ്ങയൊക്കെ തിരുമ്മി അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ജീരകവും നമ്മുടെ 2 കഷ്ണം വെളുത്തുള്ളി 2 കഷ്ണം ചുമന്നുള്ളിയൊക്കെ ചേർത്ത് ഞാനൊന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് അങ്ങ് അരയുണ്ടല്ലോ അവിയലാകുമ്പോൾ, അതൊന്ന് ആവശ്യത്തിനൊന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പാവയ്ക്കയും കൂടെ അരിഞ്ഞു വെച്ചു, അതൊരു മെഴുക്കുവരട്ടിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതും അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങാക്കൊത്തൂടെ ഇട്ടിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട്. സവാള അങ്ങനെ ഇടത്തില്ല, വല്ലപ്പോഴും സവാള ഇട്ട് ചെയ്യാം, സവാള ഇടാതെയും ചെയ്യും. ഞാൻ സവാള ഇടാതെ കൂടുതലും ചെയ്യാറുള്ളത്, ചേട്ടനോട് അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പം അതും അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയെല്ലാം നല്ലപോലെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചോറുണ്ണാൻ പോവാം. നല്ല മുരിഞ്ഞ പാവയ്ക്ക മെഴുക്കുവരട്ടിയും നമ്മുടെ അവിയലും ഇന്നത്തെ ഇച്ചിരി സാമ്പാറും എടുത്ത് ഞാൻ ഉണ്ണാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എല്ലാവർക്കും. അപ്പം ബായ്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, ബായ്.